ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എ ലൈൻ കുർത്തി കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെയാണ് പഠിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഫുൾ ലെങ്ത് ഉള്ള ഒരു അംബ്രല്ല ടോപ്പ് ആണ് കട്ട് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പൊ ഇതൊരു ഓൾഡ് സാരിയാണ്. അപ്പൊ ഈ സാരിന്ന് ഫുൾ ലെങ്തിൽ നമുക്ക് എങ്ങനെ ഒരു ടോപ്പ് കട്ട് ചെയ്യാന്ന് ഞാൻ പഠിപ്പിക്കാം. അപ്പൊ നമ്മളതിലൊക്കെ പഴയ സാരി കാണുമല്ലോ. ഈ സാരി 5.5 മീറ്റർ സാരിയാണ്. ഇതില് വിത്ത് ബ്ലൗസ് ആണ്. ഈ പീസ് വിത്ത് ബ്ലൗസ് ആണ്. അപ്പൊ യോക്കിന്റെ ഭാഗത്ത് ഈ വിത്ത് ബ്ലൗസിന്റെ പീസും കൊടുത്ത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇത് ഫുൾ ലെങ്ത് ഉള്ള ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാം, അംബ്രല്ല ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇതിന്റെ മുന്താണി ഭാഗം താണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി, ഈ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് ഞാനിത് മാറ്റിയതിന് ശേഷം ഞാൻ ഇത് 4ആയിട്ടൊന്ന് മടക്കിയിട്ട് ഈ സാരിയെ നമ്മൾ 4ആയിട്ടൊന്ന് മടക്കി, സാരി നമ്മൾ 4ആയിട്ടൊന്ന് മടക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഈ ഭാഗത്തെ ഇതും ബോർഡർ കട്ട് ചെയ്ത് മാറ്റണം. ഈ ഭാഗത്തെ ബോർഡർ കട്ട് ചെയ്ത് മാറ്റണം. ആദ്യം നമുക്ക് ആ ബോർഡറിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഒന്നും കൂടെ ഈ സാരിയെ മടക്കാം, ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ എളുപ്പത്തിന്. ഈ ബോർഡർ വെച്ച് അനാർക്കലി ടോപ്പ് തയ്ക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഈ ബോർഡർ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഈ ബോർഡറിനെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ആ സൈഡിലെ കട്ട് ചെയ്ത് മാറ്റി നമുക്കിനി ഈ സൈഡിലേയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിനെ നമുക്ക് 4ആയിട്ട് തന്നെ ഒന്ന് മടക്കാം. ഈ സാരി നമ്മൾ 4ആയിട്ട് മടക്കിയെടുത്തു. ഇത് കണ്ടോ, ഇത് ഒരു പീസ് 2, 3, 4 നമ്മളിതിനെ മടക്കിയെടുത്തു. മടക്കിയിട്ട് നമ്മൾ ഇനി കോണായിട്ട് മടക്കും. ഇങ്ങനെ ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കും. ഇങ്ങനെ ഇതുപോലെ കോണായിട്ട് നമ്മളൊന്ന് മടക്കിയെടുത്തു. അപ്പം ഇതിനെ നമ്മൾ 4ആയിട്ട് മടക്കിയതിനെ ഇത് കോണായിട്ട് നമ്മൾ മടക്കിയിട്ടതിന് ശേഷം ഞാൻ ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് യോക്കിന്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിനെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് യോക്ക് തന്നെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. യോക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമുണ്ട്. ഇത് സാരിയുടെ വിത്ത് ബ്ലൗസ് ആണ്. വിത്ത് ബ്ലൗസ് യോക്കിന്റെ ഭാഗത്ത് കൊടുക്കാം. ഈ പീസിനെ ഞാൻ 4ആയിട്ട് മടക്കി, ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുത്തു. 4ആയിട്ട് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഒരു 15 ഇഞ്ച് ലെങ്ത് ആണ് യോക്കിന് ആവശ്യം. 14 ഇഞ്ച് മതി. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ ചേർത്ത് 15 ഇഞ്ച് നമ്മൾ എടുത്തു. 15 ഇഞ്ച് എടുത്തു. നമുക്ക് ഇതിനെ ഒന്ന് വരച്ചെടുക്കാം. 15 ഇഞ്ച് നമ്മൾ ലെങ്ത് എടുത്തു. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഷോൾഡർ 7 ഇഞ്ചാണ് ഷോൾഡർ. 7 ഇഞ്ച് ഷോൾഡർ എടുത്തു. ആം ഹോള് 7 ഇഞ്ചാണ്. ആം ഹോൾ ഇതിന്റെ 7 ഇഞ്ച് ആം ഹോൾ എടുത്തു. ഇത് 40 ഇഞ്ച് വണ്ണത്തിൽ ഉള്ള ഒരു ടോപ്പാണ്. അപ്പൊ 7 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് വേണം 40 ആയപ്പോ 10 ഇഞ്ച് 10 ഇഞ്ച് വണ്ണം നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിട്ടു. ഇനി ഇതിന്റെ താഴത്തെ ഭാഗത്തും അതേ 10 ഇഞ്ച് തന്നെ ഞാൻ എടുക്കുവാണ്. അതേ 10 ഇഞ്ച് 40 ഇഞ്ച് വണ്ണോ 10 ഇഞ്ച് എടുത്തു. അവിടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം.
ഇത് നേരത്തെ ഞാൻ ഫ്രോക്ക് നൈറ്റിയൊക്കെ കാണിച്ച അതേ മെത്തേഡ് തന്നെ ഇപ്പോഴും കാണിച്ചത്. 2.5 ഇഞ്ച് നമുക്ക് കഴുത്തകലം, ഞാനിതിന് 2.5 ഇഞ്ച്, 2.5 അല്ല, ഇതിന് ഞാൻ 3 ഇഞ്ച് കഴുത്തകലം എടുക്കുന്നത്. ശകലം വൈഡായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന് 3 ഇഞ്ച് കഴുത്തകലം കൊടുത്തു. ഫ്രണ്ട് 6.5 ഇഞ്ച്, ബാക്ക് 5 ഇഞ്ച്. വൈഡ് കൊടുക്കുന്നത് 3.5 ഞാൻ വൈഡായിട്ട് കൊടുത്തത്. അപ്പം ഇത് ഞാനൊരു പ്രത്യേകമായിട്ട് ഞാൻ തയ്ക്കുന്നതാ. ഇതിൽ ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് ഫ്രണ്ടിൽ ഒരു പ്രിൻസസ് കട്ട് പോലെ വന്നിട്ട് അംബ്രല്ല ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് സാധാരണ നമ്മൾ യോക്ക് ഫ്രോക്കിൽ തയ്ച്ചതുപോലെ അതേ രീതി തന്നെ. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഭാഗം ഇതുപോലെ ഒന്ന് ചരിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ലൈനിങ് വെച്ചുള്ളതാണ്. ലൈനിങ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കേണ്ടത്. പക്ഷെ ഇനി ലൈനിങ് എടുത്തോണ്ട് വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം യോക്കിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്ക് മാത്രം കട്ട് ചെയ്താൽ മതി. അത് നമുക്ക് ലൈനിങ് കൊണ്ടുവരുമ്പോൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് താഴത്തെ ഭാഗം കട്ട് ചെയ്യാം. ഇത് നമ്മള് മടക്കിയിട്ടേക്കും അല്ലേ, ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് 4 പീസാണ്. ഇത് നമ്മൾ മടക്കിയിരിക്കുന്നത് 2ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ ഈ വണ്ണത്തിന്റെ ഈ ഒന്നുകൂടെ ഇതിനെ മടക്കണം. 4ആയിട്ടല്ലേ ഇത് മടക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മൾ 2ആയിട്ടാണ് ഇത് മടക്കിയിരിക്കുന്നത്. 2ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. ഈ സാരി നമ്മൾ 4ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വണ്ണം ഇങ്ങനെ നോക്കണം. ഇത്രയും മതി നമുക്ക്. ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഫുൾ ലെങ്തിൽ അംബ്രല്ല ടോപ്പ് തയ്ക്കുമ്പോൾ ഇത്ര വണ്ണമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഇത് ഓർത്തിടുമ്പോഴത്തേന് ഇത്രയും വണ്ണം നമുക്ക് കിട്ടും. ഇത്ര വണ്ണം നമുക്ക് മതി. ഇത്രയും മതി. ഇതിന് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് താഴോട്ട് ലെങ്ത് വേണ്ടത് 36 ഇഞ്ച് ലെങ്ത് ആണ് എനിക്ക് വേണ്ടത്. 36 ഇഞ്ച് ലെങ്ത്. അത് നമ്മൾ ഇവിടെ നിന്ന് ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് 36 ഇഞ്ച് ലെങ്ത് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. അതേപോലെ തന്നെ നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ തിരിച്ചിട്ട് ഇത് കണ്ടോ, ഇവിടെ വീണ്ടും ഇവിടെ അടയാളപ്പെടുത്തണം. 36 ഇഞ്ച് അടയാളപ്പെടുത്തി. അതേ രീതിയിൽ തന്നെ തിരിച്ച് ഈ ഭാഗം വരുമ്പോഴും 36. അപ്പൊ ഇവിടെ തുണി മടക്കിയിട്ടിരിക്കുമ്പോ ഇവിടെ ഇത്ര ഭാഗം ഇല്ല കേട്ടോ. അതെങ്ങനെയാ തയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ടേപ്പ് ഇങ്ങനെ തന്നെ തേച്ച് വെച്ച് ഇവിടെ നമ്മൾ 36 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഈ എൻഡില് ഇവിടെ നിന്ന് ഇത് 36 ഉള്ളൂ. ഇവിടെ വരെ നമ്മൾ വീണ്ടും അവിടെ 36 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് അതിനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് കണ്ടോ, വരച്ച് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഇത്രയും ഭാഗം ഈ ഭാഗം വരുമ്പോ ഇല്ല നമുക്ക് പീസ്. അതായത് താഴോട്ട് ഈ ഒരു പീസിലേ ഉള്ളൂ, ഈ പീസിലില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത്. കട്ട് ചെയ്തെടുത്തു. അപ്പോഴ് ഈ ഭാഗം വരുമ്പോഴത്തേനും നമുക്ക് ഇത്ര ഭാഗം ഇല്ലല്ലോ. അതിനെ ഈ 2 പീസ് 4 ഇത്രയും പീസ് അതിന് നമ്മൾ ഈ വേസ്റ്റ് വരുന്ന പീസ് വെച്ച് ഇങ്ങനെ ഈ വേസ്റ്റ് വരുന്ന പീസ് വെച്ച് നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇത്ര ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോഴിവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഈ അത്ര ഭാഗം ഇവിടെ വെച്ചാണ് ജോയിൻ ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഭാഗത്ത് വെച്ചാണ് നമ്മൾ ഇവിടം വരെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ.
ഒരു ഫുൾ ലെങ്ത്, ഒരു ഫുൾ സാരി 5.5 മീറ്റർ സാരിയിൽ അതിന്റെ മുന്താണി ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി ഫുൾ സാരിയിൽ നമ്മൾ അതിന്റെ ബോർഡർ രണ്ടും കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫുൾ സാരിയിലാണ് ഈ ഒരു ടോപ്പ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ലൈനിങ്ങും കൂടെ എടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുവാൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ.